ഹാപ്പി ആയോ? ഹായ്, ഹലോ, വളർന്നോ? ആലിമോടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ നമ്മളുടെ യാത്ര മുമ്പോട്ട് പോയി ജീവിതത്തിന്റെ ഒക്കെ. ലാലേട്ടനെ കാണുന്നു, ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു, അതും കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാള് തന്നെ ബിഗ് ബോസിൽ ആദ്യമായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. അത് നമ്മൾക്കാണെങ്കിലും മലയാളികൾക്ക് മൊത്തത്തിൽ കണ്ടിരുന്നപ്പോൾ ഒരു സന്തോഷമായിരുന്നു. റെനയ്ക്ക് എങ്ങനെയായിരുന്നു? ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പോയതിൽ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ 50 days നിന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കാട്ടി ഭയങ്കര ഹാപ്പിയാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് റെനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു? ഞാൻ ഇതിൻ്റെ മുന്നത്തെ സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, പ്രിപ്പറേഷനായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. സന്തോഷം തോന്നുന്നു. ഈ റെനയ്ക്ക് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന മാറ്റവും മുന്നേ ഉണ്ടായ റെനെ ചോദിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? മുന്നത്തെ റെനന്റെ മുന്നിൽ ഇത്ര ഫോണൊന്നും ഇല്ലേനു, ഇപ്പോഴത്തെ റെനന്റെ മുന്നിൽ ഇത്രയൊക്കെ ഫോൺ. പക്ഷെ നമ്മളുടെ മൈൻഡ് ഗെയിം ആണ്, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്, അത് ആളുകൾ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എനിക്ക് അറിയാമായിരുന്നു എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും ഇനി ആളുകൾ കാണുക അല്ലെങ്കിൽ ജനങ്ങൾ കാണുക എന്നുള്ളൊരു രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ എന്തായാലും പോവാ. അപ്പം അതെന്തായാലും മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. കഴിച്ച് ഈ പ്രാവശ്യം എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോകുമെന്ന് വിചാരിച്ചില്ല. ബിക്കോസ് കൂടെ ഉള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഞാൻ അടുത്ത ആഴ്ചയും കൂടി അറ്റ്ലീസ്റ്റ് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എവിക്റ്റായി പോയി. ഉണ്ട്. ഏറ്റവും കൂടുതൽ കമ്പനി ഉണ്ടായിരുന്ന ആര്യനും ജിസയിലുമായിട്ടാണ്. ഈ ലാസ്റ്റ് കുറച്ച് 2 വീക്കുകളായിട്ട് അവരുടെ ഒരു സൗഹൃദത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതാണ് പുറത്തു പോകാനുള്ള കാരണം തോന്നുന്നുണ്ടോ? അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്. അതും ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. സംബന്ധിച്ച് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് എത്രത്തോളം പ്രയാസകരമായിരുന്നു ജീവിതത്തിൽ? എനിക്ക് അങ്ങനെ പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഐ മീൻ ഗെയിം കളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാതെ ഭയങ്കര പ്രയാസം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ 50 ദിവസം തികച്ചെന്ന് പറഞ്ഞു, ഈ 50 ദിവസം ഉണ്ടാകുമ്പോൾ തന്നെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ റെനയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ റെനയ്ക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു, പുറത്ത് എന്തായിരിക്കും, ഇങ്ങനെ സൗണ്ടിന് എന്തെങ്കിലും പറ്റി പറയുന്നു, പല രീതിയിൽ തന്നെ ട്രോളുന്നു, മനസ്സിലാക്കിയിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, എനിക്കിത്ര സൗണ്ട് ഉണ്ടെന്ന് ഞാൻ ജിഷിൻ ചേട്ടൻ വന്നപ്പോഴാണ് അറിയുന്നത്. മൂപ്പര് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അഖിൽ മാരാർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സൗണ്ട് ഭയങ്കര ബോറായിട്ടുണ്ട് പുറത്തുനിന്ന്. പക്ഷെ ഉള്ളിലെങ്ങനെയാ വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സൗണ്ടാണ്. നിങ്ങൾ കേൾക്കുന്ന മൈക്കിൽ കൂടെ ഉള്ള സൗണ്ടാണ്. പക്ഷെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പം ഭയങ്കര എത്ര സൗണ്ട് ഇട്ട് പറഞ്ഞാലും ആരും കേൾക്കൂല. അപ്പോൾ അതുകൊണ്ടുള്ള സൗണ്ട് ഫുള്ളും പുറത്തേക്ക് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ അത് ഇത്ര ചില ആൾക്കാർക്ക് എന്നല്ല, കുറേ ആൾക്കാർക്ക് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അല്ല, അത് ഞാൻ കമൻ്റൊക്കെ വായിച്ച് റെനയ്ക്ക് സംഭവിക്കാൻ പോകുന്നതായാലും ഇപ്പോൾ നമുക്ക് ഒരുപാട് ബിഗ് ബോസിൻ്റെ അകത്തുണ്ടായ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ പല ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എല്ലാവരും നമ്മളെപ്പോലെ ആയിരിക്കണമെന്നില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല. റെനയെ സംബന്ധിച്ച് ആ ബിഗ് ബോസ് വീട്ടിൽ റെനയോട് ഏറ്റവും അടുത്ത് നിന്നൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ആരായിരുന്നു കൂടുതൽ? എനിക്ക് അടുത്ത് നമ്മുടെ ചിന്തകൾക്കൊക്കെ കൂടുതൽ നമ്മളുടെ കംഫർട്ട് അതാണല്ലോ. എനിക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ ലൈക്ക് ഫേവററ്റ് ആയിട്ട് ഒരാൾ അങ്ങനെ ഇല്ലായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. മിനി ചേച്ചി ആയാലും ജിസയിലായാലും മനുമോളായാലും അങ്ങനെ കുറേ
നൂറ അതിലങ്ങനെ കുറേ ആൾക്കാരായിട്ട് ഞാൻ നല്ല കമ്പനി തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് എനിക്കങ്ങനെ ആരോടും അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമില്ല. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി തന്നെയായിരുന്നു. ഈ എവിക്ഷൻ പല ബിഗ് ബോസ് എവിക്ഷൻസ് നമ്മൾ കാണാറുണ്ട്, അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് കാണാറുണ്ട്. പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രി, മസ്താനി എന്ന് പറഞ്ഞൊരു വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് നമ്മളുടെ അകത്ത് സംസാരിക്കുന്ന രീതിയിൽ അത് പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായ ആൾക്ക് ഇപ്പോഴും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രീതിയിൽ ആൾ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഓൾറെഡി തന്നെ. നമുക്ക് പുറത്തു നിന്ന് കണ്ടപ്പോഴായാലും അകത്ത് നിന്ന് പ്രേക്ഷകർ കണ്ടപ്പോഴായാലും എവിക്ഷന്റെ സമയത്ത് കയ്യടികൾ തന്നെയായിരുന്നു. അപ്പൊ മസ്താനിയുടെ ഗെയിം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ റെനയ്ക്ക് എന്താണ് മസ്താനിനെ കുറിച്ച് സംസാരിക്കണം? അല്ല, സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്താണ് പുറത്ത് നടന്നതെന്നോ ലൈക്ക് ഉള്ളിലത്തെ എന്തൊക്കെ പുറത്ത് പോയെന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് കാണാതെ എങ്ങനെ ജഡ്ജ് ചെയ്യേണ്ടതെന്ന് ലൈക്ക് അത് ശരിയല്ല. അപ്പം എല്ലാം കുറച്ചൊന്ന് നോക്കി പേഴ്സണലായിട്ട് അതാളെ ഗെയിമായിരിക്കാം പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അത് വീക്ക് ആയതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങിയത്. ഏത് എന്താ പറഞ്ഞേ? അല്ല, അത് മോശം തന്നെയാണ്. ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, ആ മോശം തന്നെയാണ്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഭാവി പരിപാടികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ കുറച്ചായിട്ട് പറയുന്നുണ്ട്. അതെ. തീരില്ല. ഇല്ല. ആലിബി മിസ് ചെയ്ത അങ്ങനെ 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 അങ്ങനെ. ഈ സാബുമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരു രീതിയിലും ഒരു ഗെയിം കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പെട്ടെന്നുള്ളൊരു എവിക്ഷനിലെ അവസാനം ഇപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ച സാബുമാൻ എവിക്റ്റ് ആവുന്നുള്ള രീതിയിലായിരുന്നു. അവിടെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നു? ഈ എവിക്ഷൻ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാ പോവുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഗെയിമറാന്ന്, പക്ഷെ ആൾക്കാരെങ്ങനെ കാണുന്നതെന്നുള്ള രീതിക്കല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അനുമോളൊക്കെ പാവാണ്. എനിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊന്നും തോന്നിയിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു. അങ്ങോട്ട് മാറാൻ പറഞ്ഞു. അപ്പോൾ ഈ വഴി വരെ ടോപ്പ് 5 ആൾക്കാർ പിടിക്കുമല്ലോ. അമ്മ ഹാപ്പിയാണോ? കുട്ടിയ അനിയത്യ ഹാപ്പിയാണോ? എന്താ ചേച്ചീനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം എന്താണ്? നല്ല സന്തോഷമുണ്ടല്ലേ? ഭയങ്കര രഹസ്യങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. ആര്? എന്നാണ് പറഞ്ഞത്. ഞാനോ? ഈ റന ഒരു കാര്യമുണ്ട്. ഈ ആര്യൻ്റെ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ മോശമായിട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനോട് ഇപ്പോൾ എന്താണ് റനയ്ക്ക് പറയുന്നത്? അല്ല, അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ തോന്നിയത് എന്ന്. അതങ്ങനെ തന്നെയാണ്. ആ ഒരു സ്റ്റാൻഡ് നല്ലതായിരുന്നു. ഏത് സ്റ്റാൻഡ്? അല്ല, റന എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഒരു സ്ത്രീക്ക് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ സംസാരിച്ച ഒരു രീതി. അതാണ്. അനുമോളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടോ? ലെറ്റ്സ് സീ. ആൾക്കാരല്ല ഇത് തീരുമാനിക്കാം. എനിക്കിപ്പോൾ 50 ദിവസമായിട്ടുള്ളൂ. ഇനി 50 ദിവസത്തിൽ പലതും നടക്കാം. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒട്ടും വിചാരിച്ചില്ല വിക്റ്റാവുന്നു, ഒരാഴ്ച കൂടി നിൽക്കുമെന്നൊക്കെ തോന്നുന്നു. എനിക്ക് മുമ്പ് ഔട്ടാവുന്ന തോന്നിയ ആളാരാണ്? അവിടെ സേഫ് ഗെയിം കളിക്കുന്ന രണ്ട് മൂന്നല്ല ഒരു 3-4-5 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ എവിക്റ്റ് ആവുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു എവിക്ഷനിൽ വന്നില്ല ഇപ്രാവശ്യം. അതുകൊണ്ട് ഒരു എവിക്റ്റ് ആയില്ല. ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഗെയിമാണെന്ന് എന്നെക്കാരും കൂടുതൽ നിങ്ങളല്ല കാണുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ? ആലോചിക്കണം. വന്നപ്പോഴേ കുറച്ച് ഭയങ്കരമായിട്ട് ലക്ഷ്മിനെ മാത്രം അറ്റാക്ക് ചെയ്തിട്ടുള്ള എനിക്ക് എന്താ തോന്നി? അത് ആള് ഗെയിം. ഇപ്പം റിയാസിന് ലക്ഷ്മിനെ അറ്റാക്ക് ചെയ്യാൻ തോന്നി, റിയാസ് അറ്റാക്ക് ചെയ്ത് ലക്ഷ്മി അതിനുള്ള തിരിച്ച് പ്രതികരിച്ച്. അപ്പം അതൊരു തമ്മിലുള്ള ഗെയിം. ഞാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഈ ലക്ഷ്മിയായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതിനു ശേഷം എല്ലാവരും പെട്ടെന്ന് അവരോട് വീണ്ടും ജെല്ലായത്. അതെങ്ങനെയായിരിക്കും ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അത്
അത് അവരോട് ചോദിക്കണ്ട. ഞാനിങ്ങനെ പറയാ. നല്ല കമ്പനിയല്ലേ വീണ്ടും? ആ, നമ്മളെല്ലാവരും അങ്ങനെ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാവരും നല്ല കമ്പനിയല്ല. പിന്നെ ഇതുവരെ നിർത്തിച്ച പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നന്ദി. അനീഷ് അതൊക്കെ ഞാൻ പിന്നെ പറയാം. റെനയുടെ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഡ്രസ് ചെയ്തത് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തൊക്കെ കമന്റ് ഉണ്ടായിരുന്നല്ലോ, പ്ലാസ്റ്റിക്. ഞാൻ പറഞ്ഞതാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളുടെ ഒരു ഇഷ്ടമാണല്ലോ. അതെ അതെ, നമ്മളെ സ്റ്റൈലാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വഴി പോരെ. അഞ്ചുപേരുടെ പേര് ഒന്ന് പറയാം. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഔട്ടായി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കുറച്ചായിട്ട് പറയാം. ഓക്കെ ഓക്കെ. ടോപ്പ് 5 പറയാൻ പറ്റും. അപ്പൊ ടോപ്പ് 3 ഒക്കെ എന്നാലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്നിപ്പോ നിൽക്കുന്ന എല്ലാവരും അല്ല, ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 5 ഒന്നല്ല, കുറെ ആൾക്കാർ അവിടെ ഫേവറേറ്റ് ആണ്. എന്നാലും 5 പേരെ പറഞ്ഞു. എനിക്ക് ബിന്നി ചേച്ചിനെ, നൂറനെ, ജിസേലിനെ, ആദില, അനുമോള്, ആര്യൻ, അക്ബർക്ക, ഷാനോ, എനിക്കെല്ലാവരും കാര്യം തന്നെയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ മൈൻഡിൽ പ്രത്യേക ഒരു കോണിൽ വെക്കുക അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് കുറച്ചുകൂടി നല്ലോണം കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂറായിട്ട് കുറച്ചുകൂടി കണക്ട് ആയത്. ഈ ആദ്യം ചെന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്തിട്ടുള്ള ഷാനവാസാണ്. പക്ഷെ നിങ്ങൾ പോരാൻ നേരത്തെ പുള്ളി ഭയങ്കരമായിട്ടുള്ള സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് മൂപ്പർ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് മൂപ്പർ ഇഷ്ടമാണ്. അപ്പം മറ്റേതൊക്കെ ഗെയിമിൻ്റെ ഭാഗമല്ലേ, പേഴ്സണലായിട്ട് അങ്ങനെ ആരും ഒന്നും എടുക്കില്ല. പക്ഷെ മൂപ്പർ കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആയി. കോമണറായിട്ടൊന്ന് അന്വേഷിച്ച് എങ്ങനെയുണ്ട്? ആളടിപൊളിയല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ബെഡിൽ കയറി കിടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതൊരു ആദ്യമേ എല്ലാം ചിരിച്ചെടുത്തിട്ട് പിന്നീട് അതൊരു ഇഷ്യൂ ആക്കി മാറ്റാനുള്ള കാരണം എന്താ? ചിരിച്ചിട്ടില്ലായിരുന്നല്ലോ. ചിരിച്ചായിട്ട് വിഷ്വലിനകത്ത് കാണുന്നുണ്ട്. വിഷ്വലിനകത്ത് ചിരിച്ച മാത്രം നിങ്ങൾ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല? ചിരിച്ചതായിട്ടാണ് കാണേണ്ടത്. ചിരിച്ച് എന്നിട്ട് വേറെ ഒന്നും കണ്ടില്ല നിങ്ങൾ? ഇല്ല, കണ്ടിട്ടില്ല. ലൈവ് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. അന്നേരം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അന്നേരം ഞാൻ പ്രതികരിച്ചല്ലോ പിറ്റേ ദിവസം രാവിലെ തന്നെ. അല്ല, സ്പോട്ടിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചവരുണ്ട്. സ്പോട്ടിൽ ഒരു ആക്ട് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ആക്ട് നടക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പ്രതികരിക്കുക, നമ്മൾ റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോവും. പെട്ടെന്ന് എന്താ ചിരിക്കണോ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ആ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മനസ്സിലാച്ചപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ കാര്യങ്ങൾ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. അല്ല, റെനെ ഏറ്റവും വിഷമിപ്പിച്ചത് ആദ്യം സോറി പറയാതിരുന്നതായിരുന്നോ? അത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ടായി. ഞാൻ കറക്റ്റായിട്ട് പറയണ്ടേ, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കേട്ട് അങ്ങക്ക് ക്ലിയർ ആവില്ലല്ലോ. ഞാൻ കറക്റ്റായിട്ട് പറയണ്ടേ. അല്ല, നിങ്ങൾ മസ്താനിയായിട്ട് കമ്പയർ ചെയ്താണെന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? സംഭവം അല്ല, അതന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. പിന്നെ നിങ്ങൾ അവിടെയും ഇവിടെയും കേട്ടിട്ട് ഫുൾ കൺഫ്യൂസ്ഡ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു ടൈം കിട്ടുമ്പോൾ പറയുന്നത്. മസ്താനി ഒരു വിഷമായിരുന്നു, പുറത്തൊക്കെ കമൻസും ഇതൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ അകത്ത് എന്താ? എനിക്ക് തോന്നിയ ഞാൻ മസ്താനിനെ പ്രതികരിച്ചില്ലേ, അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലായിക്കൂടെ മസ്താനിനെ എത്രത്തോളം ഹേർട്ടാക്കിയിട്ടുണ്ടെന്ന്. ആദ്യം മിണ്ടാതിരുന്ന നൂറ ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. ആദ്യം റെനെ കരയിക്ക വരെ ചെയ്തു. എന്ത് തോന്നുന്നു നൂറയുടെ ഇപ്പോഴത്തെ ഒരു ഗെയിം കാണുമ്പോൾ? നല്ല ഗെയിം തന്നെ. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പം പിന്നെ ആക്റ്റീവായി കാണിച്ചു കൊടുക്കുന്നതല്ലേ ശരിക്കത്തൊരു ഗെയിമർ എന്ന് പറയുന്നത്. അപ്പം നല്ല കാര്യം തന്നെ. ഈ ഹോട്ടൽ ടാസ്ക് ആണോ റെനെ ഇപ്പോൾ പുറത്താവുള്ള കാരണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഹോട്ടൽ ടാസ്കിന് ശേഷം ഭയങ്കര ഡൗൺ ആയിട്ട്? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് ഞാൻ പുറത്തായി.
ബിഗ് ബോസ് തന്നെ വലിയ കാര്യം. അതെ അതന്നെ ഈ പ്രായത്തിൽ ഞാൻ ബിഗ് ബോസിൽ വന്നത് തന്നെ വലിയ കാര്യം. ഇനി ഇതിൽ കൂടുതൽ വലുതേക്ക് കിട്ടാനില്ല. പക്ഷേ ആദ്യ സമയങ്ങളിലൊക്കെ നല്ല അഗ്രസീവായിട്ട് പെർഫോം ചെയ്തിരുന്ന റെന ടോപ്പ് 5 ഉണ്ടാവുമെന്ന് വരെ പ്രിഡിക്റ്റ് ചെയ്ത ഒരാളാണ്. പക്ഷേ ലാസ്റ്റൊക്കെ ആയതിന് ഇപ്പോൾ ഹോട്ടൽ ടാസ്കിലൊക്കെ വെച്ച് സാരി കൊടുത്തൊരു ഗർഭിണിയെ പോലെ നടന്നിട്ട് കുറച്ചൊന്നും ആക്റ്റീവ് അല്ലാത്ത പോലെ നമുക്ക് തോന്നി. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് നല്ലോണം ഇമോഷണലി കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ വന്നാൽ ആളിങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്ത് പോകുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആസ് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിക്ക് എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു അങ്ങനെ ആയി. ഏതെങ്കിലും ഗ്രൂപ്പ് പെട്ടുപോയി തോന്നുന്നുണ്ടോ ഈ അക്ബർ തോന്നുന്നുണ്ടോ വെച്ചാൽ തോന്നുന്നുണ്ട്. വന്നോ ആളെ ഗെയിമാണത്. എന്തായിക്കോട്ടെ, കുത്തിത്തിരിപ്പാണെങ്കിൽ എന്താ അവിടെ കുത്തിത്തിരിപ്പില്ലാത്ത ആൾക്കാരുണ്ട് ഞങ്ങൾ വിചാരം. അവിടെയുള്ള എല്ലാവരും കുത്തിത്തിരിപ്പ് തന്നെയാണ്. അങ്ങനെ ബിന്നി മാത്രമെന്നല്ല, ബിന്നിന്റെ കുത്തിത്തിരിപ്പ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതെന്ന് മാത്രം. അല്ല, ഈ കുത്തിത്തിരിപ്പ് പറയുന്ന ആളുകൾ തന്നെയാണ് ബിന്നിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുത്തിത്തിരിപ്പ് എന്ന് വിളിച്ച് പാട്ട് പാടുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? ഈ എവിടാ? ഹലോ, ഈ എവിടാ? ഭദ്ര വന്നില്ല. ഈ എവിടാ? ഞാൻ ബഹുമാനക്കുറവുണ്ടോ ലാലേട്ടനോട്? ലാലേട്ടൻ നമ്മളെന്തായാലും ബഹുമാനം കൊടുത്തിട്ട് തന്നെ ലാലേട്ടനോട് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങള് ലൈക്ക് റീൽ എന്താ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം എനിക്ക് ഫോണ് ഇന്നലെ നൈറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ അത് നോക്കിയിട്ടില്ല കൃത്യമായിട്ട്. ആര്യനും മസ്താനിയൊക്കെ സംസാരിക്കുമ്പോഴത്തേനും പുള്ളിയുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കാത്ത രീതിയിൽ സംസാരിച്ചത് പലപ്പോഴും പറയുന്നുണ്ട്. ചില സമയത്ത് ഉണ്ടാവുമായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയാം. അത് അതിനുശേഷം നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാറുണ്ട്, എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ലാലേട്ടൻ്റെതോ? ഞാൻ ചോദ്യം ചെയ്തിട്ട് കണ്ടു. എല്ലാവരും അതെനിക്കറിയില്ല. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാൽ ഈ ബിന്നി കുത്തിത്തിരിപ്പാന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇപ്പം നിങ്ങളുമായിട്ട് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ എല്ലാം കേട്ട് നിന്നതിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഈ ആര്യൻ്റെ വിഷയത്തിലടക്കം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നയാൾ ബിന്നിയാണ്. ബിന്നിനെ കുറിച്ച് ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ബിന്നിനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. നല്ല ആളാണ്, നല്ലൊരു ലിസണറാണ്, ഒരു ഗേളാണ്. നമ്മളെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഒരു എല്ലാവരും ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ആളെ നിലപാട് പറയേണ്ടടുത്ത് പറയലുണ്ട് എന്നാണ് ഞാൻ പിന്നെ നല്ലോണം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത്. അങ്ങനെയാണ്. നിങ്ങളുടെ അടുത്തുള്ള ബിൽഡിങ്ങുകളിൽ തന്നെയാണ് ഇപ്പോൾ ആര്യനും ജിസേലും കിടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ അവരെ കുറിച്ചിട്ട്? ഞാൻ അങ്ങനെ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഈ അനുമോള്, അതായത് താങ്കൾ ഔട്ടായതിനു ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനിയത്തിക്കുട്ടിയുണ്ട്, അതേ ഫേസ് കട്ടുള്ള അതേ ആളുള്ള, അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും നീ പോകുമെന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത്. അനുമോളുമായിട്ട് അവസാനം ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സൗഹൃദത്തിലായിരുന്നു എന്താണ് പെട്ടെന്ന് അവരോടൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടത്തിയ അനുമോളുമായിട്ടാണ് ജിസേലായതിൻ്റെ ഒരു ഫൈറ്റ് നടത്തുന്നത്. അത് അവിടുത്തെ ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലേ എന്ന് എഴുതിയിട്ട് എപ്പോഴും മനസ്സിൽ ഓക്കെ ഇയാൾ ഞാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഇയാളെ മൈൻഡ് ആക്കരുതെന്ന്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം, തെറ്റാണ്ട തെറ്റെന്ന് പറയണം. അതുകൊണ്ട് പിന്നെ നല്ലതായി തോന്നി നല്ലപോലെ നിന്ന്. അവിടെ എന്ന് വെച്ചാൽ ഫുഡിനാണ് ഏറ്റവും കുറവുണ്ടായിരുന്നത്, പിന്നെ ഡ്രസ്സിനും. പിന്നെ അത് കിട്ടി. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പലരുണ്ട്. ഇപ്പോൾ ജിഷിനുണ്ട്, അനുമോളുണ്ട്, ജിസേലുണ്ട്. നിങ്ങൾക്ക് റെനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ആരെയാണ്? ഞാൻ നല്ലോണം ഫുഡ് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ആരും കണ്ടില്ല. എനിക്ക് അങ്ങനെ അവിടെ ആരുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ജിസേൽ ഉണ്ടാക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. ജിഷിൻ ചേട്ടൻ ഉണ്ടാക്കുമ്പോൾ നല്ല കോഴിക്കോടൻ ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ്. ഐ മീൻ മലബാർ സൈഡിലുള്ള ആ ഒരു ടൈപ്പ് ഫുഡിൻ്റെ ടേസ്റ്റാണ്. അനുമോളാണെങ്കിൽ അനുമോളതായിട്ടുള്ള കൈപ്പുണ്യുണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആളുടെ ഫുഡാണ് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അവിടെ എന്ത് കിട്ടിയാലും കഴിക്കും. ഇപ്പോൾ റെന പറഞ്ഞാൽ തന്നെ റെനയുടെ ഒരു പഴം കൊണ്ടുള്ളൊരു റെസിപ്പി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബനാന പാൻ കേക്ക് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഗസ്റ്റ് ഇപ്പോൾ ഹോട്ടൽ ടാസ്കിന് മുമ്പ് എല്ലാ ഗസ്റ്റുകളൊക്കെ വന്നു. ഗസ്റ്റ് വന്നതിന് ശേഷം അവിടെ ഗെയിമിന് എന്തെങ്കിലും ബാക്കിയുള്ളവരുടെ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഗസ്റ്റായിട്ടൊന്നും അങ്ങനെ ഹിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അങ്ങനെ ഗെയിം ചേഞ്ച് ആയിരുന്നു. പൊതുവെ പറയുന്നത് റിയാസലും വന്നതിന് ശേഷം ലക്ഷ്മിക്ക് കൂടുതലും പോസിറ്റീവാണ് പറയുന്നത്. നെഗറ്റീവ് ആയിരുന്ന ലക്ഷ്മിക്ക് ശരിക്കും പോസിറ്റീവിലേക്ക് വന്നതെന്ന് പറയുന്നത് റിയാസലും വന്നതിന് ശേഷം. ആണെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള ഹേറ്റേഴ്സും ഉണ്ട്, ഫാൻസും ഉണ്ട്.
അപ്പം പുള്ളിയുടെ ഹേറ്റേഴ്സ് ഡെഫിനറ്റ്ലി പുള്ളിക്ക് അഗേൻസ്റ്റ് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്താണെന്നറിയാം. ആദ്യം വെളിയിലൊക്കെ ആദ്യം ലക്ഷ്മിക്ക് നെഗറ്റീവ് ആയിരുന്നു, നല്ല നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നത്. അപ്പം റിയാസ് കയറിയതിന് ശേഷം ലക്ഷ്മിയെ നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റിയാസ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മിക്ക് പോസിറ്റീവ് വൈബിലേക്ക് പോയി. അതായത് അറ്റാക്ക് ചെയ്യുന്നവരാണല്ലോ കൂടുതലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഒരു ഇതിലേക്ക് പോയി. ലക്ഷ്മിയുടെ ഗെയിം അങ്ങനെ ആയിരിക്കും, ലൈക്ക് ഇങ്ങനെ ഫസ്റ്റ് നെഗറ്റീവായിട്ട് പിന്നെ പോസിറ്റീവ് ആവാന്നുള്ളൊരു ഗെയിം ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഫിനാലയ്ക്ക് ശേഷം ആദില നൂറിനെ വീട്ടിലേക്ക് വിളിക്കുമോ? പിന്നെന്താ, ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ. ഞാൻ അങ്ങോട്ടും പോകാമെന്നൊക്കെ പറഞ്ഞത്. ഈ ആഴ്ച ഞാനും അതിൽ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതിലെൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. ഈ PR വർക്കിനെ കുറിച്ച് എന്താണ് പറയുക? PR വർക്കിനെ പറ്റിയിട്ട് എനിക്ക് വലിയ നല്ല അഭിപ്രായമില്ല. കാരണം എന്താ വെച്ചാൽ PR ചെയ്യുന്ന എന്താ വെച്ചാൽ ആ PR കൊടുത്ത ആൾക്ക് ഭയങ്കര പോസിറ്റീവ് ഉണ്ടാക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കും. അപ്പം PR കൊടുക്കുന്നതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വലിച്ചു കയറേണ്ട ആവശ്യമില്ല. അപ്പം അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ കുറേ ആൾക്കാരെ ഗെയിം ഇല്ലാതായിട്ട് ഞാൻ എൻ്റെ കയ്യിലാകെ ഒരു 35-40 പേരെങ്ങാനും ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു 50 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട്? ഞാനല്ലാലും അത് പറയണ്ടേ, കളിച്ചിറങ്ങിയെന്നോളല്ലേ. കണ്ടത് വെച്ച് നോക്കിയാണ് അടിപൊളിയാണ്. ഓള് മാക്സിമം ഓളതായിട്ടുള്ളത് കളിച്ച് ഫൈനൽ വരെ പോകുമെന്ന് തോന്നിയിരുന്നു. അത് അറിയില്ല, അതിപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഇതുപോലെയല്ലേ ഉണ്ടാവാം. ഡെയിലി എപ്പിസോഡ് കാണുമോ? ഓ, അത് കാണലുണ്ടായിരുന്നു. എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു? ഓക്കെ ഏറിയില്ലേ എല്ലാം കയറ്റിയാ? നിങ്ങളുടെ ആദില നൂറൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ട് നിന്റെ അല്ല അതൊന്നും നോക്കിയിട്ട് നമ്മൾ കാര്യമില്ലല്ലോ, അതൊക്കെ ഒരിതിൽ പറഞ്ഞതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓക്കെ, ബൈ 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 ബ്രോ. ഓക്കെ ബൈ ബൈ. ഏമിട്ടു